പ്രോസിക്യൂഷൻ സാക്ഷികളായ PW1-ഉം PW2-ഉം വന്ന് കാണുന്നത് നിരപരാധികളായ എന്റെ കക്ഷികൾ തൊണ്ടി മുതലുമായി നിൽക്കുന്നതാണ്. പിന്നെ അവിടെ നടന്നത് ബഹുമാനപ്പെട്ട കോടതിക്ക് ഊഹിക്കാവുന്നതാണ്. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇവിടെ അങ്ങേക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നവർ തീർത്തും നിരപരാധികളാണ്. അപ്പോഴത്തെ സാഹചര്യം ഇവരെ കള്ളന്മാരാക്കിയതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇവർക്ക് ജാമ്യം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ. പ്രൊസീഡ്. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തും ഡിഫൻസ് വക്കീലുമായ അരുണ കൃഷ്ണമൂർത്തി നല്ലൊരു സിനിമാ തിരക്കഥാകൃത്ത് കൂടിയാണെന്ന് എനിക്കിവിടെ പറയേണ്ടി വരും. അവരെന്നോ കണ്ട ഒരു സിനിമയുടെ കഥ തന്നെയാണ് ഇന്നിവിടെ പറഞ്ഞത്. തൊണ്ടി മുതലോടുകൂടി പിടിക്കപ്പെട്ട ഒന്നാം പ്രതിയും കൂട്ടുപ്രതിയായി പിടിക്കപ്പെട്ട രണ്ടാം പ്രതിയും കുറ്റം ചെയ്തവർ തന്നെയാണ്. കുറ്റകൃത്യം അതീവ ഗൗരവമുള്ളതുമാണ്. കേസിൽ മറ്റു പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും വേണം. ജാമ്യം നൽകിയാൽ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാനും അത് മറ്റു കുറ്റവാളികൾക്ക് കുറ്റകൃത്യത്തിനുള്ള പ്രചോദനമാവുകയും ചെയ്യും. അതുകൊണ്ട് ജാമ്യം നിഷേധിച്ച് തക്കതായ ശിക്ഷ നൽകി പൊതുസമൂഹത്തിന് നിയമത്തിലും കോടതിയിലുമുള്ള വിശ്വാസം സംരക്ഷിക്കണമെന്നും താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട് സാർ. ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളാണ് ഞാൻ. ഇതിനു മുമ്പ് ഇങ്ങനൊരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മാപ്പ് തരണം. രോഗിയായൊരു മകളും അവളുടെ ഇത്രയില്ലാത്തൊരു കുഞ്ഞും എന്റെ സംരക്ഷണത്തിലാണ് വളരുന്നത്. രക്ഷിക്കണം. അവർക്ക് ഞാനല്ലാതെ മറ്റൊരാശ്രയമില്ല. ഇവ ഒരു പാവമാണ് ഏമാനെ. ഞാൻ പക്ഷെ അത്ര പാവമൊന്നുമല്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ പോലെ അത്യാവശ്യം തരികിട പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. 2 വക്കീലന്മാരും അവരവരുടെ ജോലി ഭംഗിയായി എടുത്തു. ഇതിന്റെ വിധി എന്തായാലും ഒരു സത്യം ഞാൻ പറയാം. പറഞ്ഞില്ലെങ്കിൽ നിരപരാധിയായ എന്റെ സുഹൃത്ത് ശിക്ഷിക്കപ്പെടും. ഏമാനെ ഇത് പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും ഞാൻ തന്നെയാണ്. കമല, ഞാൻ പറയട്ടെ, എവിടെ വെച്ചാണ് വിഷ്ണുവിനെ അസുഖം തുടങ്ങിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണുന്നത് റോഡിൽ വണ്ടി ഓടിക്കാനാവാതെ വഴിയിൽ പെട്ടുപോയ അവസ്ഥയിലാ. വിഷ്ണുവിനറിയായിരുന്നു ആ ഓപ്പറേഷനിൽ വിഷ്ണു മരിക്കുമെന്ന്. പക്ഷേ അതൊരിക്കലും തന്നെ ആശ്രയിച്ച് കഴിയുന്നവരാരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. ഒരാളെ അറിയിക്കാതെ ഓപ്പറേഷന് വേണ്ടി മധുരയിലെ ഹോസ്പിറ്റലിൽ എത്തിയ വിഷ്ണുവിന് ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഒപ്പിട്ട് കൊടുത്തത് ഞാനാ. വിഷ്ണുവിന്റെ ചിതാഭസ്മവുമായി CI റസാക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. അവിടെയാണ് ശാലിനി തന്നെ ഈ സത്യങ്ങളെല്ലാം അറിയുന്നത്. ഇനി കമലം പറ, മകൻ വരുമെന്ന് പ്രതീക്ഷയിൽ കഴിയുന്ന ആ അമ്മയ്ക്ക് മുന്നിൽ നിങ്ങളുടെ മകൻ തിരിച്ചു വരില്ലെന്ന് എങ്ങനെയാ പറയാനാവുക? സത്യങ്ങൾ ഞങ്ങളിൽ മാത്രമായി ഒതുക്കി വെച്ചെന്ന് പറയാനാവില്ല. പിന്നെ എല്ലാം അറിയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ശാരദാമ്മ. ശാലിനിയുടെ ബലവും ആശ്വാസവും ഒക്കെ ശാരദാമ്മയായിരുന്നു.
പിന്നെ ഇപ്പോഴത്തെ ഇൻഷുറൻസ് തുകയുടെ പ്രശ്നം. അതൊരു 30 ലക്ഷം രൂപയുണ്ടായിരുന്നു. ആ തുക വിഷ്ണുവിന്റെ പേരിൽ ഒരു നിർധന കുടുംബത്തിന് ശാലിനി വീട് വെച്ച് കൊടുക്കുക. അതും വിഷ്ണുവിന്റെ മക്കളുടെ ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി. ഈ തുക വാങ്ങിക്കാൻ വേണ്ടി വിഷ്ണുവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നു. അതിനായി പോയത് ഞാൻ ശിവനും കൂടിയായിരുന്നു. കമല, എല്ലാരും കൂടി നിങ്ങളെ ചതിക്കൊന്നും അല്ലായിരുന്നു. വിഷ്ണുവിന്റെ ആവശ്യപ്രകാരം കാര്യങ്ങൾ നടത്തുകയായിരുന്നു. ഇതെല്ലാം വിഷ്ണുവിന്റെ അമ്മ സത്യാമ്മയും മറ്റുള്ളവരെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാ? ഈ പറയുന്നതെല്ലാം ഏത് രീതിയിൽ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ കാര്യത്തില് ശാലിനി ഒരു തരത്തിലും തെറ്റുകാരിയല്ല. സത്യാമ്മയുടെ മനസ്സ് തകരരുതെന്ന് കരുതി സത്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിത്രയും കുഴപ്പങ്ങളിൽ കൊണ്ടെത്തിക്കുമെന്ന് എനിക്കറിയാറുന്നില്ല. ഇനിയിപ്പോ ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ വിശ്വാസം പോയില്ലേ? ഈശ്വര, എന്തിനല്ലേ വിശ്വാസനെ നേരത്തെ വിളിച്ചേ? എനിക്ക് തരാറുന്നില്ലേ? എന്റെ വിശ്വാസന്റെ ജീവന് പകരം എന്റെ ജീവനൊക്കെ എടുക്കായിരുന്നില്ലേ? സന്തോഷത്തോടെ ഞാൻ തരുമായിരുന്നല്ലോ. കമല, നീ ഈ സാഹചര്യമായിട്ട് എങ്ങനെയെങ്കിലും